ഹായ് ഫ്രണ്ട്സ്. ഹായ്, നമസ്തേ, നമസ്കാരം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ജോബ് സെഗ്മെന്റുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. കുറെ അധികം ഓപ്പണിങ്സ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് ഇൻഡസ്ട്രിയിലെ കുറെ വേക്കൻസീസ്, അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്, +2 പാസ്സായവർക്കുണ്ട്, ഡിഗ്രി ഉള്ളവർക്കുണ്ട്, അങ്ങനെ ജനറിക് ആയിട്ടുള്ള കുറച്ച് വേക്കൻസീസും അതുപോലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കമ്പനികളുമാണ്. മാത്രമല്ല സാലറിയും നല്ലൊരു ഇൻഡസ്ട്രികളിൽ നല്ലൊരു പേര് കിട്ടുന്ന ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് നമ്മൾ ഇവിടുത്തെ എയർ അറേബ്യ അല്ലേ. എയർ അറേബ്യ എന്ന് പറയുമ്പോൾ ഷാർജയുടെ നാഷണൽ, അത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ 7 എമിറേറ്റ്സുകൾ ചേർന്നതാണ്. ഷാർജയുടെ നാഷണൽ എന്ന് പറയാൻ പറ്റില്ല, ഷാർജയുടെ നാഷണൽ ഫ്ലൈറ്റ്, യുടെ നാഷണൽ ഫ്ലൈറ്റ് അല്ല അല്ലേ. ഷാർജ എമിറേറ്റിന്റെ ഫ്ലൈറ്റ്, ഷാർജ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ്. അതായത് ഫസ്റ്റ് എയർപോർട്ടുമാണ്, UAE-യിലെ ഫസ്റ്റ് എയർപോർട്ടാണ് ഷാർജ എയർപോർട്ട് എന്ന് പറയുന്നത്. അത് ഇന്ന് ഈ കാണുന്ന എയർപോർട്ട് അല്ല, 1932 ബ്രിട്ടീഷുകാരുടെ എയർഫോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു, റോയൽ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ആദ്യത്തെ എയർപോർട്ട് ഷാർജയിൽ തുടങ്ങിയത്. പിന്നെ അത് 1970 ഷാർജ പഴയ എയർപോർട്ട് എവിടെയാണെന്ന് അറിയാമോ? നമ്മള് കിങ് അബ്ദുൽ അസീസ് പഴയ എമിഗ്രേഷനോട് ചേർന്ന് ഉള്ള റോഡാണ് ശരിക്കും പറഞ്ഞാൽ. ആ റോഡ് ഇപ്പോഴും റൺവേ ആണ്, സിമെന്റ് ഇട്ട റോഡാണ്. അത് പണ്ട് റൺവേ ആയിട്ട് യൂസ് ചെയ്യുന്ന റോഡാണ്. അത് മാത്രമല്ല അവിടെ ഇപ്പൊ അതൊരു എക്സിബിഷനാണ്, പഴയ ഫ്ലൈറ്റുകളും മറ്റുള്ള ചേർന്നുള്ളൊരു എക്സിബിഷൻ ഹാളാണ് ഇപ്പോൾ പഴയ എയർപോർട്ട്. ഇപ്പൊ നമ്മളെ എയർപോർട്ട് മാറ്റി ഇന്റർനാഷണൽ എയർപോർട്ടായി മാറിയപ്പോ അത് 1970 ആണ് ഓപ്പൺ ചെയ്തത്. അപ്പോ അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഷാർജ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എയർ അറേബ്യയിലേക്ക് ഷാർജയുടെ, അതെ, ഷാർജ എയർപോർട്ടിന്റെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ലോ കോസ്റ്റ് ഫ്ലൈറ്റ് ആണ്. എത്രയോ കൺട്രികളില് അത് ഇത് ചെയ്യുന്നുണ്ട്. എത്രയായിരുന്നു പറഞ്ഞത്, 170 ഡെസ്റ്റിനേഷൻസിലേക്ക്, 170 കൺട്രികളിൽ 170 ഡെസ്റ്റിനേഷനിലേക്ക് എയർ അറേബ്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു ഇതുകൊണ്ട്, ഷാർജയാണെന്ന് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലെ കാർഗോ ഏറ്റവും ഹാൻഡിൽ ചെയ്യുന്ന എയർപോർട്ടും. അപ്പൊ ഇതൊക്കെയാണ് എയർ അറേബ്യയെ കുറിച്ചും ഷാർജ എയർപോർട്ടിനെ കുറിച്ചും ഒക്കെയുള്ള ചെറിയൊരു ഇന്ത്യ. ഇനി നമുക്ക് നേരെ എയർ അറേബ്യക്കകത്തുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ജസ്റ്റ് കുറെ വേക്കൻസികളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ പറയുന്ന ജോബ് എന്ന് പറയുന്നത് മെയിൻലി UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്. ഇപ്പം UAE മാത്രമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻസ് നമ്മൾ മിഡിൽ ഈസ്റ്റ് എടുക്കും. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും UAE ബേസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ UAE അല്ല, എന്നാലും അവർക്ക് പല ലൊക്കേഷൻസിൽ ഓഫീസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ട്. ബട്ട് നിങ്ങൾ അങ്ങനെ കരിയേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ UAE മാത്രം പ്രിഫർ ചെയ്യണം എന്നില്ല. നമ്മൾ UAE ജോബ്സ് പറയുന്നത് കൊണ്ടാണ് ഈ UAE ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു 30+ ജോബ് ഓൾറെഡി അവൈലബിൾ ആണ് UAE ലൊക്കേഷനിൽ തന്നെ. അപ്പൊ അതിലൊരു എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ പലരും, എനിക്ക് തോന്നുന്നു ഈ എയർ അറേബ്യയിലൊക്കെ ഉള്ള വേക്കൻസികളൊന്നും പലരും നോക്കാറില്ല, നമ്മളത് ആരും ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ നമുക്ക് അറിയേണ്ടത് അതിനകത്ത് ചിലവ് വിചാരിക്കും എയർ അറേബ്യ എന്ന് പറഞ്ഞാൽ ഓൺലി ടെക്നിക്കൽ വേക്കൻസി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, അതിൽ ഒരുപാട് ജനറൽ വേക്കൻസീസും അതിൽ വരുന്നുണ്ട്. ആദ്യത്തെ വേക്കൻസിയാണ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിറ്റ് ടെക്നീഷ്യൻ എന്നാണ്. അപ്പം എയർ അറേബ്യ ആണ് ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എയർക്രാഫ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യനെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ടെക്നീഷ്യനായിട്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാം പറയുന്നത് നമ്മൾ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അല്ലേ, MS ഓഫീസിന്റെയും ഇംഗ്ലീഷിന്റെയും ഒരു
ആവശ്യം, അതായത് ഒരു ആവശ്യമല്ല, ഒരു അത്യാവശ്യ ഘടകമാണ് പുറത്തോട്ട് നമ്മൾ. അതെനിക്ക് തോന്നുന്നു കേരളത്തിന് വെളിയിലോട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴെല്ലാം ഇംഗ്ലീഷിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഇന്ന് കേരളത്തിനുള്ളിലാണെങ്കിൽ പോലും MS ഓഫീസ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോ ഇത് കേൾക്കുന്നവര് സ്വന്തമായിട്ട് അതൊന്ന് ബ്രഷപ്പ് ചെയ്യുക. വേറൊരു കാര്യം കൂടി, നമ്മളെ മക്കളെയൊക്കെ ആദ്യമേ തന്നെ നമ്മളൊരു +2 കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിഗ്രിക്ക് പാരലായിട്ട് ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു +2 മക്കൾക്കൊക്കെ അവർക്ക് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനുള്ള അവര് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരിൽ നിന്നെങ്കിലും ഒക്കെ ഒന്ന് ഇതൊന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. മിനിമം ബേസിക് ആയിട്ടുള്ളതെങ്കിലും ഒക്കെ വേർഡ് ആയാലും എക്സൽ ആയാലും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ഇതിന്റെ ക്വാളിഫിക്കേഷനും അത് തന്നെയാണ്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിലുള്ള ഒരു ഡിപ്ലോമയും പിന്നെ മെയിനായിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷും MS ഓഫീസുമാണ്. പിന്നെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. എബിലിറ്റി മീൻസ് അവർ ചോദിക്കുന്ന കാഴ്ചയും, അതെ അതെ അതെ, ഡിസബിലിറ്റി മീൻസ് കാഴ്ച, കൈ മീൻസ് കൈ, അങ്ങനെ മീൻസ് ഡിസബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ടെക്നീഷ്യൻ ജോബ് ചെയ്യുമ്പം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ. ഇനി അതുപോലെ തന്നെയുള്ള അടുത്തൊരു ടെക്നീഷ്യൻ ജോബാണ് വീൽ ആൻഡ് ബ്രേക്ക് ടെക്നീഷ്യൻ. അതും എയർക്രാഫ്റ്റിന്റെ തന്നെയാണ്. സിമിലർ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് അവർ വിളിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ ടെക്നീഷ്യൻസിനെല്ലാം അതേ ഒരു ലെവലിലെ ക്വാളിഫിക്കേഷൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ ആണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആണ് ക്വാളിറ്റി എന്ന് അറിയാലോ നമുക്ക്. അപ്പോ അതിനകത്ത് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിലെ ഡിഗ്രി, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 5 years വർക്ക് എക്സ്പീരിയൻസും വേണം. പിന്നെ പ്രോജക്ട് മാനേജ്മെന്റിലുള്ള കഴിവ്, ഈ പറഞ്ഞ പോലെ MS ഓഫീസ്, അത് എല്ലാത്തിനും ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എല്ലാ ജോബിനും അതിന്റെ ആവശ്യമാണ്. MS ഓഫീസ് ആവശ്യമുള്ളതാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ക്യാബിൻ അപ്പിയറൻസ് ടെക്നീഷ്യൻ. ഇതെല്ലാം വേക്കൻസിയും ഷാർജയാണ്. എല്ലാ വേക്കൻസി. കാര്യം എയർ അറേബ്യക്ക് UAE വേറെ ഓഫീസ്, ഓപ്പറേഷൻ ഓഫീസ് ഇല്ല. ഇപ്പൊ ഇവിടെയും അടുത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ടെക്നീഷ്യന്റെ അതേ ക്വാളിഫിക്കേഷൻസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക്. 2 വർഷത്തെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞു. അത് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, അടുത്ത എഞ്ചിനീയർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എഞ്ചിനീയർ വരുമ്പോഴത്തേക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എയർക്രാഫ്റ്റ് ആണ് വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ വേക്കൻസിയാണ് അല്ലെ, API സെയിൽസ് എക്സിക്യൂട്ടീവ്സ്. അതാണ് നമുക്ക് ഇനി വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെയിൽസ് റിലേറ്റഡ് ഈ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്, അതായത് MBA ചോദിച്ചിരിക്കുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി BBA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, MBA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ പിന്നെ അയാട്ട അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ടൂറിസത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആഡഡ് അഡ്വാൻറ്റേജ്, എക്സ്പീരിയൻസ് പ്ലസ് അതിലാണ് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നതെങ്കിലും അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മെയിൻ ബാക്കി നമ്മൾ പറഞ്ഞത് തന്നെയാണ്. പിന്നെ അവര് വാലിഡ് UAE ലൈസൻസ് ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് API സെയിൽസ് എക്സിക്യൂട്ടീവ്സിന്റെ വേക്കൻസി. അടുത്തത് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഡേറ്റ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിൻ്റെതാണെങ്കിലും ഡേറ്റ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം IT റിലേറ്റഡ്. അപ്പൊ അത് ബാച്ചിലർ ഡിഗ്രി IT ആണ്. പിന്നെ അക്കൗണ്ടിങ് BCom ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം, കാരണം ഡേറ്റ അനാലിസിസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതായത് അങ്ങനത്തെ കുറച്ച് പക്ഷെ അവർ മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ 2 ട്രെയിനിങ് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയാം സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റവും ഫ്ലൈറ്റ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം. കാര്യം ഇത് കംപ്ലീറ്റ് ഫ്ലൈറ്റ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന വേക്കൻസീസ് ആയതുകൊണ്ട് ഈ 2 ട്രെയിനിങ് കഴിഞ്ഞവർ മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ 4+ years എക്സ്പീരിയൻസും വേണം. ബാക്കി നമ്മൾ പറഞ്ഞാല് MS ഓഫീസും ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷും ഇതിന് ആവശ്യമാണ്. അടുത്തത് ഒരു ടെമ്പററി പൊസിഷൻ ആണ്, കോൾ സെന്റർ ഏജന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അറബിക്ക് ഇംഗ്ലീഷും അറബിക്കും വേണം. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ അറബിക്കൊക്കെ അറിയുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, നാട്ടിലും പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു വേക്കൻസി ആണ്. അപ്പൊ ഞങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത്, +2 മുതൽ
ടെക്നീഷ്യൻസ് മുതൽ പല ലെവലിലുള്ള വേക്കൻസീസ് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ റീസൺ തന്നെ ഇതാണ്. ഇപ്പൊ കണ്ടില്ലേ, +2 കണ്ടു, ഡിഗ്രി കണ്ടു. നമ്മള് അടുത്തത് എന്ന് പറയുന്നത് B2 ടെക്നീഷ്യൻ ആണ്. അതും വീണ്ടും ടെക്നീഷ്യൻ ജോബ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ടെക്നീഷ്യനാണ്, സിവിൽ എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ടെക്നീഷ്യനാണ് അവർ വിളിച്ചേക്കുന്നത്. അപ്പോ ആ ടെക്നീഷ്യൻ ലെവലെല്ലാം വരുന്നത് എയർക്രാഫ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ജോബ്സ് ആണ് വരുന്നത്. അടുത്തത് വീണ്ടും IT അല്ലെ, നെറ്റ്വർക്ക് പ്ലാനിങ്ങിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എഞ്ചിനീയറിംഗില് അവര് ഇപ്പൊ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ചെയ്തവർക്ക് ചെയ്യാം, പിന്നെ പ്ലാനിങ് എഞ്ചിനീയേഴ്സ് ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാതെ, പ്ലാനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാം. IT കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെന്റ്. ഇപ്പൊ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്, എഞ്ചിനീയറിംഗ് ചോദിച്ചിട്ടുണ്ട്, ബിസിനസ് മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, കോമേഴ്സ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈക്വലന്റ്. അപ്പൊ ഇത്രയും ഫീൽഡില് ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ജോബാണ് ഇത്. സർട്ടിഫിക്കേഷൻ മസ്റ്റ് ആണ്, ഏവിയേഷൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ. 4 to 5 years എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു മാനേജർ ലെവലിൽ, മിഡ് ലെവൽ മാനേജർ ലെവൽ, അല്ലെങ്കിൽ സൂപ്പർവൈസറി ലെവലിലുള്ള എക്സ്പീരിയൻസ് അവര് ഈ വേക്കൻസി ചോദിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡെസ്പാച്ചർ ആണ്. അത് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെയാണ് അവര് വിളിച്ചിട്ടുള്ളത്. അതിൽ വേണ്ടത് ICAO കോൺട്രാക്ടിംഗ് സ്റ്റേറ്റ്സിന്റെ ലൈസൻസ് വേണം. അത് ഫ്ലൈറ്റ് ഡിസ്പാച്ച് ലൈസൻസ് വേണം. ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ സയൻസ് ആയാലും എയറോനോട്ടിക്കൽ, മാത്സിന്റെ സയൻസിലാവാം, മാത്തമാറ്റിക്സിലാവാം, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലാവാം, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലാവാം. ഇപ്പോ ബാച്ചിലർ ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് ഫീൽഡില് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എയർപോർട്ട് റിലേറ്റഡ് സെക്യൂരിറ്റി പ്രൊസീജിയറിന്റെ എന്തെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞുള്ളവർക്ക്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി. അതൊക്കെ പ്രിഫറബിൾ ആണ്, നിർബന്ധമല്ല. പ്രിഫറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇവര് ചോദിച്ചിരിക്കുന്നത്. 3 years എക്സ്പീരിയൻസ്, അതായത് 5 ഫ്ലൈറ്റിൽ കൂടുതലുള്ള ഒരു ഫ്ലൈറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും. അതിപ്പം ലോ കോസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതെന്നും പറഞ്ഞിട്ടുണ്ട്. കാര്യം ബഡ്ജറ്റഡ് എയർവേസ് ആയതുകൊണ്ട് അതൊരു പറയുന്നുണ്ട്. പിന്നെ B1 ടെക്നീഷ്യൻ ആണ് വീണ്ടും അടുത്തത്. നമ്മൾ ടെക്നീഷ്യൻ പറഞ്ഞതിന്റെ സെയിം തന്നെയാണ്. അടുത്ത് വരുന്നത് വീണ്ടും ഒരു കീ അക്കൗണ്ട് മാനേജറും കീ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ BBA MBA ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് അതിനകത്ത് വേണ്ടത്. ഇവിടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് മസ്റ്റ് പറഞ്ഞെങ്കിലും ഇവിടെ അറബിക്ക് എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി അല്ല, പ്രിഫറബിൾ ക്വാളിഫിക്കേഷനിൽ കൗണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. BBA MBA കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ്. പിന്നെ ഏവിയേഷനിലെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പ്ലസ് അഡ്വാൻറ്റേജ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും ഒരു പ്ലസ് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് കീ അക്കൗണ്ട് മാനേജർക്കായാലും കീ അക്കൗണ്ട് എക്സിക്യൂട്ടീവിനായാലും, കീ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ 2-3 ലൊക്കേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് മിക്കവാറും ഉള്ള എമിറേറ്റ്സിൽ, ദുബായിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഷാർജയിലേക്ക് വിളിച്ചിട്ടുണ്ട്, അജ്മാനിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങള് ഫുള്ള് പറയുന്നില്ല, കാരണം സിമിലർ ആയിട്ടുള്ളത്. അടുത്ത വേക്കൻസിയാണ് സ്റ്റോർ കീപ്പറുടെ വേക്കൻസിയും വിളിച്ചിട്ടുണ്ട്. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെ, സ്റ്റോർ കീപ്പർ വേക്കൻസി ഉണ്ടോ, ഇൻവെന്ററിയിൽ വേക്കൻസി ഉണ്ടോ. അപ്പൊ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ജോബ് വേക്കൻസിയാണ് സ്റ്റോർ കീപ്പറുടെ വേക്കൻസി. ഇവിടെയും ഒരു ബാച്ചിലർ ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഡിസിപ്ലിനിലെ ബാച്ചിലർ ഡിഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ഇപ്പം സ്റ്റോർ കീപ്പിംഗ് അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ്, ഡിപ്ലോമ കോഴ്സോ സർട്ടിഫിക്കറ്റ് കോഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻസി വേണം. പിന്നെ UAE ഡ്രൈവിംഗ് ലൈസൻസും. അതിനോടൊപ്പം അവര് പറയുന്ന ഒരു ആഡഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മാനേജ്മെന്റ് സിസ്റ്റം ERP ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയറിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. അടുത്ത വേക്കൻസി മാനേജർ ലൈൻ മെയിന്റനൻസ്. അത് വീണ്ടും എയർപോർട്ട് റിലേറ്റഡ് വേക്കൻസി ആണ്.
അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രി ഓർ ഡിപ്ലോമയാണ്. പിന്നെ ESA എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ലൈസൻസ് വേണമെന്നുണ്ട്. മെയിൻ്റനൻസ് എയർക്രാഫ്റ്റ് ടൈപ്സ് ഓക്കെ. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ഓഫ് അസോസിയേഷൻസ്, അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് പോസ്റ്റ്. അപ്പൊ ആ ഒരു ഇത് എപ്പോഴും വേണം. ഇനി അടുത്ത് ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് തന്നെ പലതിലെ ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് വിളിച്ചിട്ടുണ്ട്. ബട്ട് എല്ലാത്തിന്റെയും ക്വാളിഫിക്കേഷൻ എപ്പോഴും എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതിനോടൊപ്പം ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിൽ തന്നെ മെക്കാനിക്കൽ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാമെന്നുണ്ട്. എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണിത്. പിന്നെ എയർബസ് 320 എഞ്ചിൻ APU സർവീസ് റെക്കമെൻഡഡ് ആണ്. പിന്നെ 5+ years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയും കൂടി അവര് ചോദിക്കുന്നുണ്ട്. ആ ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് ഇപ്പം പലതും നമ്മളെല്ലാം ഒന്നും പറയുന്നില്ല. എയർക്രാഫ്റ്റ് സിസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്, ഏവിയോണിക്സ് പറഞ്ഞിട്ടുണ്ട്, പ്രൊപ്പൽഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ക്വാളിഫിക്കേഷൻ സെയിം ആണ്. നിങ്ങൾക്ക് അതാത് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഇനി അടുത്ത് ക്യാബിൻ ക്രൂ അഡ്മിനിസ്ട്രേറ്റർ, ഈ ക്യാബിൻ ക്രൂവിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അതെ. പക്ഷെ ഇത് ലൊക്കേഷൻ AE ആണെങ്കിലും ഇവരുടെ കൂടുതലായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ പാകിസ്ഥാനിലാണ്. അത് അവർ പറയുന്നത് ഡിപ്ലോമ ഓർ ഹയർ സെക്കൻഡറി അക്സെപ്റ്റബിൾ ആണ് അല്ലേ? അതെ. ബാച്ചിലർ ഡിഗ്രി പ്രിഫറബിൾ. ടൂറിസത്തില്, ട്രാവൽ ആൻഡ് ടൂറിസത്തിലെ ബാച്ചിലർ ഡിഗ്രി ആണെങ്കിൽ പ്രിഫറബിൾ ആണ്. അത് 4 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യാബിൻ ക്രൂ ലൈസൻസും വേണം. അതെ, ആക്റ്റീവ് ക്യാബിൻ ക്രൂ ലൈസൻസും. അപ്പൊ ക്യാബിൻ ക്രൂ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആവശ്യം വേണ്ടതാണ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു 2-3 വേക്കൻസീസ് ഉണ്ട്. അതായത് നിങ്ങളുടെ പോസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ഷാർജ ആയിരിക്കും, പക്ഷെ നിങ്ങൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കറാച്ചിയിൽ നിന്നായിരിക്കും. അപ്പൊ അത് ക്യാബിൻ ക്രൂ ഉണ്ട്, മാനേജർ ഉണ്ട്, ഗ്രൗണ്ട് ഓപ്പറേഷൻസ് മാനേജർ ഉണ്ട്. അപ്പൊ അങ്ങനെ 2-3 പൊസിഷൻസ് ഈ എയർ അറേബ്യയിൽ തന്നെ, ബട്ട് പാകിസ്ഥാൻ, അതായത് ഇവരെ കൊടുക്കുന്നത് ഇവിടെ ആയിരിക്കും, ബട്ട് ഓപ്പറേഷൻസ് അവിടെ ആയിരിക്കും കൂടുതൽ. ഇനി അടുത്ത് വീണ്ടും ഷാർജയിലെ തന്നെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആൻഡ് ഇൻഫ്ലൈറ്റ് സർവീസസ് ഓഫീസറാണ്. അതൊരു ഓഫീസർ പൊസിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ട്രാവൽസ് ആൻഡ് ടൂറിസത്തിലെ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹയർ സെക്കൻഡറി സ്കൂളും പിന്നെ എക്സ്പീരിയൻസ് 3-4 years എക്സ്പീരിയൻസ് മതി. അതെ, ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. 1 year. പിന്നെ അടുത്ത് നമ്മൾ വീണ്ടും ജനറൽ അല്ലേ? ഒരു ജനറൽ വേക്കൻസി ഈ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ UAE ആണെങ്കിൽ പോലും ഓപ്പറേറ്റിംഗ് ഫ്രം കറാച്ചി ആണ്. അത് HR-ലേക്കാണ്, മാനേജർ ആണ്. അപ്പോ MBA അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ റിലേഷൻ മാനേജർ. അതെ, അത് വീണ്ടും ഒരു മാനേജീരിയൽ പൊസിഷൻ ആണ്. അതിപ്പോ BBA കഴിഞ്ഞവർക്ക് ചെയ്യാം, MBA കഴിഞ്ഞവർക്ക് ചെയ്യാം. പിന്നെ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം നമുക്ക് അവിടെ ഉണ്ടല്ലോ മാസ് കമ്മ്യൂണിക്കേഷൻ, അത് ഇതെന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസിൽ ഒത്തിരി കോഴ്സസ് ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഇത് ചെയ്തവർക്കും ചെയ്യാം. പിന്നെ അവർക്ക് CRM എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. പിന്നെ ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷും അറബിക്കും അവർ ഫ്ലുവന്റ് പറയുന്നുണ്ട്. 5+ years എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെയാണ് അവര്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കമ്പനികളിലെല്ലാം മിക്കവാറും ഒരു എക്സ്പീരിയൻസ് മസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ. ഇപ്പൊ CRM ഒക്കെ വലിയ ലെവലിൽ അറിയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മളൊന്ന് ബേസിക് ആയിട്ട് എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി, നമ്മൾ അത് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ അങ്ങനെ അപ്പൊ CRM എന്താ ഏതാന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പൊ ഈ 5 years എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആയതുകൊണ്ട് അവർക്ക് എന്തായാലും ഒരു CRM-നെ പറ്റി ചിലയിടത്തൊക്കെ ഇപ്പോഴും എക്സൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സപ്പോർട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ടെല്ലാം നമുക്ക് ചെയ്യാമല്ലോ. ഇനി അടുത്തെന്താണ് റവന്യൂ എക്സിക്യൂട്ടീവ് ആണ്. അതും എന്താ പറയാ ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേക്കൻസി തന്നെയാണ്. ഹോളിഡേയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്.
ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെ IIT-യുടെ ഇത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ്. അത് ഒരുപാട് അത് ഈ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ 3+5 years എക്സ്പീരിയൻസും അവർ പറയുന്നുണ്ട്. വീണ്ടും ക്യാബിൻ ക്രൂ വീണ്ടും ഉണ്ട്. ക്യാബിൻ ക്രൂവിന്റെ വേക്കൻസീസ് ഓപ്പൺ ആണ് എയർ അറേബ്യയിൽ. അതെ, അപ്പൊ അത് നോക്കിയാൽ മതി. ക്യാബിൻ ക്രൂ അതിന്റെ ക്വാളിഫൈഡ് ആയതും ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഡിപ്ലോമ ഉള്ളവർക്ക് പ്ലസ് ക്യാബിൻ ക്രൂവിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി വീണ്ടും ഞാനത് കൂടുതൽ പോകുന്നില്ല. ക്വാളിറ്റി അഷുറൻസ് ആണ്. അപ്പൊ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി അതൊരു മാനേജറൽ പൊസിഷൻ ആണ്. ബട്ട് കൂടുതൽ പോവാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കറാച്ചി നിന്നാണ് ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത് ബയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പർച്ചേസറാണ് വേണ്ടത്. അത് ഓപ്പൺ ടു എല്ലാരും ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി മതി അതിനകത്ത്. അപ്പൊ അതാണ്. അപ്പൊ അത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത്. നമ്മള് എയർ അറേബ്യ എന്നൊക്കെ കേൾക്കുമ്പം അത് എയർക്രാഫ്റ്റ് മാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അല്ല, എല്ലാവർക്കും ഉണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ്. ഈ ഒരു ബയറിന്റെ ഒക്കെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പലരും ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല ജോബുകളാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. പർച്ചേസറായിട്ട് 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ബയറായിട്ട് അപ്ലൈ ചെയ്യാം. B1 അടുത്ത വേക്കൻസിന് B1 സർട്ടിഫൈഡ് എഞ്ചിനീയർ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. എയർക്രാഫ്റ്റ് മെയിന്റനൻസിലാണ് എന്നുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ അത് വീണ്ടും ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനിലെ ട്രെയിനറുടെ വേക്കൻസി. അതെ, അതൊരു ജനറിക് വേക്കൻസി ആണ്. ബട്ട് ആ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർപോർട്ടില് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണ് അല്ലെ. ബാച്ചിലർ ഡിഗ്രി ആണ്. മാനേജ്മെന്റിലോ എഡ്യൂക്കേഷനിലോ HR-ലോ അങ്ങനെ ഏതിലെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആണ്. പിന്നെ ഈ NLP-യിലൊക്കെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ട്രെയിനിങ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണവർക്ക് എഡ്യൂക്കേഷനിലെ ഡിഗ്രി ആയാലും മതി. അതായത് B.Ed അല്ലേ, B.Ed ഉള്ളവർക്കും ഇത് അറിയാം. ദെൻ CBIT ട്രെയിനിങ് അപ്രോച്ച് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവര് പ്രിഫറൻസ്. അത് HR റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തവർക്കോ അല്ലെങ്കിൽ പഠിച്ചവർക്കോ ഒക്കെ ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂവിന്റെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. പിന്നെ ഉള്ളത് സർട്ടിഫൈങ് എഞ്ചിനീയർ. അതെ, അതിനെയും പിന്നെ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എയർക്രാഫ്റ്റില് ആണ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് വേണ്ടത്. ഇനി അടുത്ത ടെക്നിക്കൽ ബയർ. നമ്മൾ നേരത്തെ ജനറൽ പർച്ചേസറാണ് ബയർ എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഇനി ഇത് ടെക്നിക്കൽ ഐറ്റംസ് പർച്ചേസറാണ്. ആ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കലായിട്ട് വരുന്ന പർച്ചേസറാണ് അടുത്ത വേക്കൻസി. അപ്പൊ അത് ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ക്വാളിഫിക്കേഷനിലും വ്യത്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് ഏവിയേഷൻ, കാരണം അത് മിക്കവാറും ഒക്കെ ഈ എഞ്ചിന്റെ പാർട്സും ഫ്ലൈറ്റിന്റെ പാർട്സ് ഒക്കെ വാങ്ങിക്കുന്നതായിരിക്കും. വീണ്ടും ക്യാബിൻ ക്രൂ വിളിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കറാച്ചി പറഞ്ഞതുപോലെ, പാകിസ്ഥാൻ കറാച്ചി പറഞ്ഞതുപോലെ ഇതും കയറോ എന്നാണ്, അതായത് ഈജിപ്തിലേക്കുള്ള ഒരു വേക്കൻസി വീണ്ടും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിലവില് എയർ അറേബ്യയിലെ ഉള്ള വേക്കൻസീസ്. അതെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കയറി എയർ അറേബ്യയുടെ സൈറ്റിൽ കയറി നോക്കുക. അപ്പോൾ പുതിയ പുതിയ ഓപ്പണിങ്സും അവർക്ക് കാണാം. ഇത്രയും ഓപ്പണിങ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കണ്ടത് +2 മുതൽ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് വരെ. അതായത് ക്യാബിൻ ക്രൂവിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു, ഈ ടെക്നിക്കൽ അല്ലെ. അതെ, എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, ടെക്നീഷ്യൻസിന്റെ വേക്കൻസി ഉണ്ട്. പിന്നെ ജനറിക് ഇതായിട്ട് വന്നു കഴിഞ്ഞാല് ഫിനാൻസ്, കീ അക്കൗണ്ടിങ്, സെയിൽസിലേക്കുണ്ട്, കീ അക്കൗണ്ട്സിലേക്കുണ്ട്, ട്രെയിനറുടെ വേക്കൻസി ഉണ്ട്, ബയറുടെ വേക്കൻസി ഉണ്ട്, സ്റ്റോർ കീപ്പറുടെ വേക്കൻസി ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല 2 തട്ടിലുള്ള, അതായത് എന്താ പറയാ, ടെക്നിക്കലി അല്ലെങ്കിൽ പ്യുവർലി എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസും ഉണ്ട്, അല്ലാത്ത ജനറിക് വേക്കൻസീസും എയർ അറേബ്യയിൽ ഓപ്പൺ ആണ് ഇപ്പോ. അപ്പൊ അപ്ലൈ ചെയ്യാം. നിങ്ങൾ സൂട്ടബിൾ പോസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോയുമായി അടുത്ത സെയിം ജോബ് സെഗ്മെന്റ് തന്നെ, ജോബ് സെഗ്മെന്റ് ആണ് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോ മറക്കാതെ ആ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇട്ടുടനെ തന്നെ കാണാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും
ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഈ ഇതേ സെയിം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു വീഡിയോയുമായി വളരെ നല്ല തിരിച്ചു വരാം. നന്ദി, നമസ്തേ.